സമസ്തയിലെ ലീഗ് വിരുദ്ധ വിഭാഗങ്ങളുടെ തുടർ ചർച്ചയിൽ ധാരണയിലെത്താനായില്ല. സമസ്ത സമ്മേളന സ്വാഗത സംഘത്തിലെ തുല്യ പങ്കാളിത്തം ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ചർച്ചയായി. ഹമീദ് ഫൈസി അമ്പലക്കടവ് ഉൾപ്പെടെ 2 പേരാണ് സമസ്തയിലെ ലീഗ് വിരുദ്ധ വിഭാഗത്തിൽ നിന്ന് ചർച്ചയ്ക്ക് എത്തിയത്. മറ്റ് പ്രധാന നേതാക്കളില്ലാത്തതിനാൽ അന്തിമ തീരുമാനം പറയാനാവില്ലെന്ന് ഹമീദ് ഫൈസി അറിയിച്ചു. കൂടുതൽ നേതാക്കളുടെ പങ്കാളിത്തത്തോടെ ചർച്ച തുടരാനാണ് തീരുമാനം. മുഹമ്മദ് അസ്ലം വിരളുമായി കോഴിക്കോട്ട്. അസ്ലം, ഈ ചർച്ചയുടെ കോണ്ടെക്സ്റ്റ് എന്താണ്? സമസ്തയ്ക്കകത്ത് ലീഗ് അനുകൂല ലീഗ് വിരുദ്ധ വിഭാഗങ്ങൾ തമ്മിലുള്ള മധ്യസ്ഥ ചർച്ചകൾ തുടരുകയായിരുന്നു. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജിഫ്രി തങ്ങളുടെയും സാദിഖലി തങ്ങളുടെയും PK കുഞ്ഞാലിക്കുട്ടിയുടെയും മധ്യസ്ഥതയിൽ ഇരുകൂട്ടരും ചർച്ചകൾ നടത്തി. അതിൻ്റെ തുടർ ചർച്ചകൾ 2 കൂട്ടരും വിഭാഗങ്ങൾ പ്രത്യേകമായി തന്നെ മധ്യസ്ഥന്മാരില്ലാതെ തന്നെ ചില വിഷയങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ട് അതിൽ ചർച്ചകൾ നടത്തി. അതിൽ ചില തീരുമാനങ്ങളിലേക്കും ധാരണകളിലേക്കും എത്താനുള്ളൊരു തീരുമാനം അന്നത്തെ കോഴിക്കോട് നടന്ന ചർച്ചയിലുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ചേളാരിയിൽ ഇരു വിഭാഗങ്ങളിൽ നിന്നും 10 പേർ പങ്കെടുക്കുന്ന രീതിയിൽ ഒരു ചർച്ച ക്രമീകരിച്ചത്. അതേസമയം ലീഗ് അനുകൂല വിഭാഗത്തിലെ ഏകദേശം 10ഓളം പേർ, പ്രധാനപ്പെട്ട പുത്തനേഴി മുഹമ്മദ് ഫൈസി, അതോടൊപ്പം തന്നെ അബ്ദുൽ സമദ് പൂക്കോട്ടൂർ തുടങ്ങി ഷാഫി ഹാജി തുടങ്ങി പ്രധാനപ്പെട്ട 10 പേർ എത്തിയിരുന്നു. അതേസമയം ലീഗ് വിരുദ്ധ വിഭാഗത്തിൽ നിന്ന് ഹമീദ് ഫൈസി അമ്പലക്കടവും മറ്റൊരു നേതാവ് മാത്രമാണ് എത്തിയത്. പ്രധാനപ്പെട്ട നേതാക്കളൊന്നും എത്തിയില്ല. അതേസമയം അവർ ചർച്ചകൾ നടത്തി. പ്രത്യേകിച്ച് സുപ്രഭാതം എഡിറ്റോറിയലുമായി ബന്ധപ്പെട്ട് സുപ്രഭാതത്തിൽ കുറച്ചുകൂടി പങ്കാളിത്തം വേണം, എല്ലാ വിഭാഗങ്ങളിലെയും പങ്കാളിത്തം വേണം, ഏകപക്ഷീയമായ രീതിയിൽ പോകുന്ന രീതിയിൽ ശരിയില്ല എന്ന് പറയുന്നു. അത്തരത്തിലുള്ള ചില പങ്കാളിത്ത പ്രശ്നം. അതോടൊപ്പം തന്നെ സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനത്തിൽ രൂപീകരിച്ച സ്വാഗത സംഘത്തിലും കുറച്ചുകൂടി ആൾക്കാരെ ഉൾപ്പെടുത്തണം. അങ്ങനെ തുടങ്ങി സാദിഖലി ശിഹാബ് തങ്ങളുടെ അദ്ദേഹത്തിന് മുഷാവറയിൽ പിന്നെ അതിഥിയായി വിളിക്കുക അല്ലെങ്കിൽ പ്രത്യേക ക്ഷണിതമായി വിളിക്കുക തുടങ്ങിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തെങ്കിലും അതിൽ ലീഗ് വിരുദ്ധ വിഭാഗത്തിന് അവരുടേതായ ഒരു തീരുമാനങ്ങളിലേക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. താൻ മാത്രമേ പ്രധാനപ്പെട്ട നേതാവായിട്ട് ഒറ്റയ്ക്കുള്ളൂ, മറ്റുള്ളവരുമായി ചർച്ചകൾ നടത്തണം എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഒരു അന്തിമ ധാരണയാകാതെ പിരിഞ്ഞു. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ കൂടി പങ്കെടുക്കുന്ന രീതിയിലേക്ക് വേറെ ചർച്ച നടത്താമെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് വന്നതെങ്കിൽ പോലും ഒരു വിഭാഗം പ്രധാനപ്പെട്ട നേതാക്കൾ ആരും വരാത്ത യോഗത്തിൽ വന്നതിൽ എന്തായാലും മറ്റു വിഭാഗത്തിന് ചെറിയൊരു അതൃപ്തി ഉണ്ട്. കാരണം ഒരു തീരുമാനത്തിലേക്ക് നേതാക്കൾ പറഞ്ഞ അനുസരിച്ച് വീണ്ടും മാറിയിരുന്ന സിറ്റിംഗ് നടത്തുമ്പോൾ അതിൽ തീരുമാനത്തിലേക്ക് ഓരോ കാര്യങ്ങളായി തീരുമാനം എത്താൻ കഴിയുമായിരുന്നു. അത് എത്തിയിട്ടില്ല. എന്തായാലും അതിൽ പ്രശ്നമൊന്നും ഓരോ പരസ്യമായി തന്നെ പ്രകടിപ്പിക്കുന്നില്ല. വീണ്ടും മറ്റ് നേതാക്കൾ കൂടി വന്ന രീതിയിൽ ചർച്ചകൾ നടത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ചർച്ചകളിൽ എത്തേണ്ട ധാരണകൾ CAC-യിൽ ഏറെക്കുറെ എല്ലാവരും ഒരു തീരുമാനത്തിലാണ്. CAC സമസ്ത അംഗീകരിച്ച് പോകണമെന്ന കാര്യത്തിൽ ധാരണ ഏറെക്കുറെ എത്തിച്ചേർന്നിട്ട്, അതുപോലെ തന്നെ സുപ്രഭാത വിഷയം, അതുപോലെ തന്നെ സ്വാഗത സംഘവുമായി ബന്ധപ്പെട്ട മറ്റു പ്രവർത്തനങ്ങൾ, തുടർന്ന് വന്ന പ്രവർത്തനങ്ങളൊക്കെ തന്നെയും 2 വിഭാഗങ്ങൾക്കും തുല്യ പങ്കാളിത്തമുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകണം, ഏകപക്ഷീയമായി പോകരുതെന്നതാണ് പൊതുവായ സമീപനം. അതിൽ ചില പോയിന്റുകൾ നോട്ട് ചെയ്തിട്ട് ചർച്ചകളിലാണ് നടക്കുന്നത്. എന്തായാലും ഇന്നലത്തെ ചർച്ചയിൽ അന്തിമ ധാരണയായില്ല. പ്രധാനപ്പെട്ട നേതാക്കൾ ഒരു വിഭാഗത്തിൽ നിന്ന് പങ്കെടുക്കാത്തതിനെ തുടർന്നാണ് ധാരണയാകാത്തത്. എന്തായാലും ചർച്ച തുടരാൻ തന്നെയാണ് സമസ്തയിലെ നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത്. ശരി അസ്ലം.